ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നിങ്ങൾ തംബ്ലൈൻ കണ്ടതുപോലെ 8 ചോദ്യങ്ങൾ പഠിച്ചാൽ എൻ്റെ മക്കൾക്ക് 40 മാർക്കുകൾ നൽകാൻ വേണ്ടി പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഹ്യൂമനിസം, അതേപോലെ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യം പഠിക്കാതെ എൻ്റെ മക്കൾ പോകരുത്. ഒന്നാമത്തെ ചോദ്യമാണ്, ഹ്യൂമനിസം എന്ന ചാപ്റ്റർ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അറിയാം റിനൈസൻസ് കുറിച്ച് എൻ്റെ മക്കൾ ചോദിക്കും. എങ്ങനെയാണ് റിനൈസൻസ് സ്റ്റാർട്ട് ചെയ്തത്? അത് പല രീതിയിൽ ചോദിക്കാം. അതിൽ ഒരു ചോദ്യമാണ് ഇങ്ങനെ: 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗ മാറ്റങ്ങൾ എന്തെല്ലാം? ഈ മാറ്റങ്ങളെയാണ് എന്ത് വിളിക്കുക? റിനൈസൻസ് വിളിക്കുക. അതുകൊണ്ടാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പൊ റിനൈസൻസിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ ഈ രീതിയിൽ വന്ന ചോദ്യങ്ങൾ വന്നാൽ മാനവീയതയിലേക്ക് തുടക്കം കുറിച്ചത് എങ്ങനെ, എന്ത് ചോദിക്കട്ടെ, എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ചേഞ്ചസ് കൃത്യമായിട്ട് എഴുതാൽ മതി. ഈ 4 പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചേക്കാം. റിനൈസൻസ് വന്നോടെ മാറ്റങ്ങളാണ്: ഒന്ന്, ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ചിന്തിക്കാൻ തുടങ്ങി; സ്പ്രെഡ് ദ സെക്യുലർ വാല്യൂസ്, അഥവാ മതേതരത്വ മൂല്യങ്ങൾക്ക് ഇത് വാല്യൂ കൊടുത്തു; ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, നാഗരിക ജീവിതത്തിൽ വളർച്ച വന്നു; അടുത്താണ് എന്താണ് ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്, അതിന്റെ മോഡേൺ എക്കണോമി, സാമ്പത്തികമായിട്ട് എന്ത് ചെയ്തു കൃത്യമായിട്ട് നടപ്പിലായി; പ്രോഗ്രസ് ഓഫ് ട്രേഡ് നമുക്ക് കച്ചവട പുരോഗതി ഉണ്ടായി; റൈസ് ഓഫ് നാഷണൽ സ്റ്റേറ്റ്, അതിനാണ് നമ്മൾ ദേശീയ രാഷ്ട്രങ്ങൾ വളർച്ചയുണ്ടായി; അതുപോലെ ഇൻഡിവിജ്വൽ ലിബർട്ടി, അതിന് വ്യക്തി സ്വാതന്ത്ര്യം വിളിക്കും; റാഷണലിസം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരു 4 പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഒരു 6 പോയിന്റ് പഠിച്ചു വെക്കുക. എന്നാലേ എക്സാം ആളുമ്പോൾ 5 ഓർമ്മ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലൊരു 5 പോയിന്റെങ്കിലും 6 പോയിന്റെങ്കിലും മക്കൾ കൃത്യമായിട്ട് വെച്ചേക്കുക. ഇതാണ് റിനൈസൻസിൽ വന്ന ചേഞ്ചുകൾ. ഈ ചേഞ്ചുകൾ എൻ്റെ മക്കൾക്ക് എക്സാം ചോദിക്കും. പിന്നെ ഒരു എസ്സേ ആയിട്ട് അല്ലെങ്കിൽ എന്താ ചോദിക്കും, ഇറ്റലിയിൽ വന്ന മാറ്റങ്ങൾ എത്ര ഉണ്ടെന്നത്. ആ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. ഒന്ന്, ഇൻഡിപെൻഡന്റ് സിറ്റീസ് ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ വെൽത്തി ക്ലാസസ്, അതായത് സ്വാതന്ത്ര്യ നഗരങ്ങൾ, പുതിയ സമ്പത്ത് വിഭാഗത്തിലെ ആവിർഭാവം, അതായത് പുതിയ സിറ്റീസ്, ഫാമിലീസ് ഉഷാറായത്. അടുത്ത ക്രുസൈഡ്സ് എന്ന് പറഞ്ഞാൽ കുരിശ് യുദ്ധങ്ങളും സാംസ്കാരിക കൈമാറ്റവും. ബ്യൂബോണി പ്ലാഗ് ആൻഡ് ബ്ലാക്ക് ഡെത്ത്, അതിനെ വിളിക്കും നമ്മൾ, അതേപോലെ തന്നെ വിളിക്കും നമ്മൾ. അടുത്തതാണ് ദ പ്രോസ്പെരിറ്റി ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി, അതാണ് സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം. അടുത്താണ് ഗ്രോത്ത് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലയുടെയും സാഹിത്യത്തിന്റെയും വളർച്ച, അത് കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. ഇതാണ് കാരണങ്ങൾ. ഇത് 4 മാർക്കിന് 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾ ഇത്ര പോയിന്റ് എഴുതിയാൽ മതി. SC ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതിൽ ഓരോന്നിനോ സബ് പോയിന്റ് ആയിട്ട് പഠിക്കണം. ഇനി ഏകാല ലൈവിൽ ഞാൻ കൃത്യമായിട്ട് മക്കളെ പഠിപ്പിച്ചിടാം കേട്ടോ. അടുത്താണ് മധ്യകാല ചിത്രം, നവോത്ഥാന കാല ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മധ്യകാല ചിത്രങ്ങൾ എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ആർക്കാണ്? ഡിവൈനും ആഫ്റ്റർ ലൈഫിനും ഒക്കെ ആയിരുന്നു അവിടെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. മറ്റും ക്രിസ്ത്യൻ തിയോളജിയിലായിരുന്നു മധ്യകാലത്തെ ചിത്രം ഉണ്ടായത്. നവോത്ഥാന കാലത്തായപ്പോൾ എന്തിനു ഇമ്പോർട്ടൻസ് എടുത്തു? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിന്, മനുഷ്യത്തിന്, മാനവികതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. ചിത്രങ്ങൾ എങ്ങനെയാണ്? യുണീക്ക്നെസ് ആണ്, ക്യാപ്പബിലിറ്റി ഉണ്ട്. ആ രീതിയിലായിട്ട് എന്ത് ചെയ്തു? ചിത്രങ്ങൾ മാറി. ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് ചിത്രം ചോദിക്കട്ടെ, ഈ ചിത്രങ്ങളുടെയൊക്കെ പ്രാധാന്യം എന്ത് ചോദിച്ചാലും ഇതേ പ്രാധാന്യം മനസ്സിലാക്കിയാൽ മതി. മധ്യകാലത്തെ ചിത്രം ഇങ്ങനെയായിരുന്നു, നവോത്ഥാന കാലത്തിലെ 6 ചിത്രം പറയുകയാണെങ്കിൽ ആ ചിത്രത്തിലേക്ക് എന്ത് ചെയ്തു? ഈ മാറ്റം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിന് കൃത്യമായിട്ടുള്ള പോയിന്റ് ഔട്ട് ഞാൻ എപ്പോൾ തരുന്നുണ്ട്, ഇന്നത്തെ ഏകാലം തുടങ്ങുന്നുണ്ട്. അതിൽ ചിത്രകലകളിൽ ഈ ആൾക്കാരെ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ലിയോനാർഡോ ഡാ വിഞ്ചിനാണ് ലാസ്റ്റ് സപ്പർ, മൊണാലിസ; മൈക്കൽ ആഞ്ചലോനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ്; ജിയോവനി ബെല്ലിനാണ് അഗോണി ഇൻ ദ ഗാർഡൻ; പൈറോ ഡെല്ല ഫ്രാൻസ്ക, ഡിപ്പിച്ചോ ഫെഡറിക്ക ഡാ മോണ്ടൽഫിൽട്രോ; മസാച്ചിയോനാണ് റൗണ്ട് ഷേപ്പ്ഡ് വാള്. ഈ ചോദ്യം ചോദിച്ചില്ല എൻ്റെ മക്കൾ ചോദിക്കുന്നതാണ് അന്നത്തെ പെയിന്റിങ്സിന്റെ പ്രത്യേകത. ഒന്ന്, ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നു, യൂസ് ഓഫ് കളേഴ്സ് ഓഫ് ഇല്ലുസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പെഷ്യൽ ഡെപ്തിൽ വരച്ചിരുന്നു. അതുപോലെ റിയലിസ്റ്റിക് ഡിപ്പിക്ഷൻ ആൻഡ് ഹ്യൂമൻ ബോഡി, യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, പോർട്രേറ്റ് ആൻഡ് ഡിവൈൻ ഫിഗർ, ഐഡിയലിസ്റ്റ് ഹ്യൂമൻ ഫോംസിലേക്ക് എന്ത് ചെയ്തിട്ട് മനുഷ്യ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവ വർണ്ണങ്ങൾ കൊണ്ടും പ്രകാശത്തോടും അകലത്തെയും ചിത്രീകരിച്ചിട്ടുണ്ട്. മനുഷ്യത്തിൽ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിന് ഉപയോഗം, ഛായാചിത്രങ്ങളൊക്കെ ആ കാലത്ത് വരച്ചിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കുക. പിന്നെ ചോദിക്കാൻ ചാൻസ് ചരിത്ര രചന എങ്ങനെയൊക്കെയാണ് നടന്നത് എന്നുള്ളത്. അതിൽ കൃത്യമായിട്ട് തന്നെ മക്കൾ മനസ്സിലാക്കിയേണ്ടതാണ് ഈ ഫോമിലേക്കാണ് മാറിയത്. 0 to 5th വരെയുള്ള കാലഘട്ടം ആൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രാചീന കാലഘട്ടമാണ്. പിന്നെ മധ്യകാലഘട്ടമാണ് മിഡീവൽ പീരീഡ്. മോഡേൺ പീരീഡ് എന്ത് ചെയ്തു? ആധുനിക കാലഘട്ടം മാറി. ആരൊക്കെയായിരുന്നു മാറ്റങ്ങൾ കൊണ്ടുവന്നത്? ഫ്ലാവിയോ ബിയാൻഡോ ആൻഡ് ലിയോനാർഡോ ബ്രൂണിയാണ്. തെളിവുകൾ കിട്ടിയത് നമുക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയേക്കാം. ഇത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ വെച്ചില്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, അതിന്റെ കാര്യത്തിലാണ് ഇതിൽ എന്ത് ചെയ്തത്? മാറ്റങ്ങൾ വരുത്തിയത്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ആണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റിയിൽ വരാനുണ്ടായ കാരണം. ഈ 3 കാര്യങ്ങൾ എൻ്റെ മക്കൾ എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 3 തട്ടുകളാക്കി തിരിച്ചത് മാത്രം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് ഫ്രഞ്ചിലെ 3 തട്ടുകളാക്കി മാറ്റിയത്? ഓരോ എസ്റ്റേറ്റുകളുണ്ട്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നതാണ് ക്ലർജീസിന്റെ പ്രത്യേകത ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആക്കി മാറ്റിയിട്ട് ഇതിൽ പഠിച്ചു വെക്കാം. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, എല്ലാ തന്നെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി പറ്റുന്നു. 1/10 ഓഫ് ടോട്ടൽ പ്രൊഡ്യൂസ് വാസ് റിമിറ്റഡ് ദ ടാക്സ്, വിളവിന്റെ 10/1 മാത്രം നികുതിയായി കൊടുത്താൽ മതിയിരുന്നു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, ധാരാളം ഭൂപ്രദേശം കയ്യിൽ വെച്ചിരുന്നു. കളക്ടഡ് ടാക്സ് ഫ്രം തിദ്ദേയ് എന്ന ടാക്സ് എന്ത് ചെയ്തിരുന്നു? നികുതി എന്ത് ചെയ്ത് പിരിച്ചിരുന്നു. പ്രഭുക്കന്മാർക്ക് കൊണ്ട് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്, ലക്ഷറി ഓഫ് ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, എൻഗേജ് ഇൻ മിലിറ്ററി സർവീസ്, കളക്ടഡ് വേരിയസ് ടാക്സ് ഫ്രം ഫാമേഴ്സ്, മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ് എന്ന് മനസ്സിലാക്കിയേക്കാം. ഇനി തേർഡ് സ്റ്റേറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ എന്ത് ചെയ്യുന്നു? മധ്യവർഗവും കർഷകരും എന്ത് ചെയ്തിരുന്നു? അടങ്ങിയിരുന്നു. കോമൺസ് എന്നതിന് വിളിക്കാറുണ്ടായിരുന്നത്. ഇവർ അംശം മാത്രമാണ് കിട്ടിയിരുന്നത്. അവരെന്ത് ചെയ്തിരുന്നു? ആവശ്യമുള്ള സന്ദർഭം സൈനിക സേവനം നടത്തിയിരുന്നു. മാത്രമല്ല
പ്രൊവൈഡിങ് ഫ്രീ സർവീസ് ആൻഡ് കൺസ്ട്രക്ഷൻ പബ്ലിക് റോഡ്സ് ആൻഡ് വാട്ടർ വേവ്സ്, പൊതുനിരത്തുകളും ജലമാർഗ്ഗങ്ങളും പാലങ്ങൾ തുടങ്ങിയ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകേണ്ടിയിരുന്നു. അതിന് ടോട്ടൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തേർഡ് സ്റ്റേറ്റിൽ ആരൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കിയൊക്കെ അവരുടെ കാര്യങ്ങൾ. ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, പ്ലേഡ് ക്ലർജീസിനും നോബിൾസിനൊക്കെ പൈസ കൊടുക്കണം, ഭരണത്തിലൊന്നും ഒരു അവകാശവും ഇല്ല എന്ന് മനസ്സിലാക്കിയേക്കാം. ഇങ്ങനെ ചോദ്യം വന്നാൽ ചിലപ്പം ഒന്നാമത്തെ സ്റ്റേറ്റിലുണ്ട് അതിന് ആരാ ചോദിച്ചാൽ മക്കൾ മനസ്സിലാക്കിയേക്കാം നിങ്ങൾക്ക് ആരാ ക്ലർജി ആണ്, ഇവിടെ നോബിൾസ് ആണ്. ഇതാണ് എൻ്റെ മക്കൾ വീണ്ടും കൺഫ്യൂഷൻ ആവുക. ഇതും ആരാ ഏറ്റവും ലാസ്റ്റിലുള്ള ആൾക്കാരാണ് കോമൺസ് കേട്ടോ. ഏറ്റവും ലാസ്റ്റിലുള്ള ആൾക്കാരാണ് കോമൺസ്, പെസൻസ്, ഗ്രാഫ്റ്റ്മാൻസ്. ഡീലുള്ളതാണ് മിഡിൽ ക്ലാസ് ആണ് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. മിഡിൽ ക്ലാസ് ആരാണ് എൻ്റെ മക്കൾ മനസ്സിലാക്കുക. പിന്നെ എൻ്റെ മക്കൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഫ്രണ്ട്ഷിപ്പിൽ നടന്നിട്ടുണ്ടായ ഫലങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടന്ന ചേഞ്ചുകൾ. വാട്ട് ആർ ദ ചേഞ്ചസ്, എന്തൊക്കെ ചേഞ്ചുകൾ കൊണ്ടുവന്നു. ചേഞ്ചുകൾ വന്നെന്ന് ചോദ്യം വരുമ്പോൾ എൻ്റെ മക്കൾ ഇതിലൊരു 4 പോയിന്റ് പഠിച്ചു വെക്കാം. എന്തൊക്കെ കൊണ്ടുവന്നു? രാജ്യത്താകമാനം യൂണിഫൈഡ് എന്ത് കൊണ്ടുവന്നു? കറൻസി കൊണ്ടുവന്നു. യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു. കറൻസി ആയിട്ട് അസൈനേറ്റ് എന്ന് പറഞ്ഞ കറൻസി കൊണ്ടുവന്നു. മാത്രമല്ല കൺട്രോൾ റിലീജിയസ് ലീഡേഴ്സ്, മതമേധാവികളുടെ നിയന്ത്രണത്തിലേക്ക് എന്ത് ചെയ്തു? കണ്ടുകെട്ടുകയും ചെയ്തു. ഡിക്ലെയർ കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ്, പൂർണ്ണ മതസഹിഷ്ണുത എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ക്ലർജീസ് ഒക്കെ എന്ത് ചെയ്തു? സാലറീഡ് ഗവൺമെന്റ് എംപ്ലോയി ആയിട്ട് പുരോഹിതന്മാരൊക്കെ ഗവൺമെന്റ് ശമ്പളത്തിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്തു? മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത് ചേഞ്ചസ്. എന്തൊക്കെയാണ് ഫലങ്ങൾ ചോദിക്കും. ചേഞ്ച് ചെയ്യുന്ന ശേഷം കോൺസിക്വൻസ്, എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടായി വെച്ചാൽ സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻ ദ വേൾഡ്, എൻറ്റർ ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ്, ലെഡ് എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയത ആവിർഭാവം, ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്സസ്, അതേപോലെ സ്പ്രെഡ് ഐഡിയാസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഈ 5 പോയിന്റുകൾ എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. പിന്നെ നെപ്പോളിയൻ്റെ ഈ ഭരണപരിഷ്കാരം എൻ്റെ മക്കളെ മൈൻഡിലേക്ക് വരണം. ഈ ഭരണപരിഷ്കാരങ്ങൾ, ഈ പരിഷ്കാരങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ പോയിന്റ് പഠിച്ചു വെക്കുക. ലീഗൽ റിഫോംസിന് വേണ്ടി നെപ്പോളിയൻ കോഡ് എന്ത് ചെയ്തു? ഇറക്കി. അതോടെ എന്ത് ചെയ്തു? റിലീജിയസ് ഫ്രീഡവും അതേപോലെ ഇക്വാലിറ്റി എന്ത് ചെയ്തു? കൃത്യമായിട്ട് കിട്ടി. കോൺകോർഡറ്റ് അഥവാ എഗ്രിമെന്റ് ഫോർ ദ പോപ്പ് നെപ്പോളിയൻ. അന്ന് പോപ്പുമാരെ അല്ലെങ്കിൽ അന്നത്തെ ചർച്ചിലെ ആൾക്കാരൊക്കെ പറ്റ തരം താത്തിനല്ലോ, അവർ ഉഷാറാക്കാനായിട്ട് എന്ത് ചെയ്തിരുന്നു? കത്തോലിക് ചർച്ച് റീസ്റ്റോർഡ് ആക്കിയിട്ട് എന്ത് ചെയ്തു? അയാൾ കൊണ്ടുവന്നതിന് എഡ്യൂക്കേഷൻ റിഫോംസിന് 2 സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ആ സ്ഥാപനങ്ങളുടെ പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന് കോൾഡ് ലിസി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ നാഷണൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം കോൾഡ് യൂണിവേഴ്സിറ്റി ഫ്രാൻസ് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. എഡ്യൂക്കേഷൻസ് എന്ത് ചെയ്തു? ആ കാലത്ത് എന്ത് ചെയ്തു? ഉഷാറാക്കിയിട്ടുണ്ട്. ഡിസൈൻ എന്ന് പറഞ്ഞ സ്കൂളും അതേപോലെ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു? ആരംഭിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ചെയ്തു. അതിലൊന്നാണ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. അതേപോലെ ഏകീകൃത കറൻസി സംവിധാനം, യൂണിഫൈഡ് കറൻസി സിസ്റ്റം കൊണ്ടുവന്നു. മിലിറ്ററി റിഫോംസ് മനസ്സിലാക്കിയൊക്കെ ഓർഗനൈസ് സെവറൽ ബറ്റാലിയൻസ് എന്ത് ചെയ്തു? ആ കാലത്ത് കൊണ്ടുവന്നു. മക്കളെ ഈ 8 ചോദ്യം എൻ്റെ മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള സാധനമാണ്. മക്കളെ ഒരു കാര്യം കൂടിയും, ഇന്ന് കാലിന് ലൈവ് ഉണ്ട്. മക്കളെ പോരി ബാക്കിയുള്ള എല്ലാ ചോദ്യം നമ്മൾ എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. സെറ്റാക്കി മാറ്റാം, അടിപൊളിയാക്കി മാറ്റി തരാം. മക്കളെ മറക്കണ്ട കാലിന്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്താൽ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഈ 8 ചോദ്യം പഠിച്ചു പോവാ, എന്തായാലും എക്സാം ചെയ്യും. ഓക്കെ, ബൈ.